ഹലോ, നമ്മുടെ ബേബി ഔട്ട്ഫിറ്റ് 30 ഡേയ്സ് ചലഞ്ചിൽ ഇന്ന് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു 1.5 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കും അതേപോലെ തന്നെ ഇതുപോലത്തെ ഒരു ക്യാപ്പാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഹെയർ പെയിൻറ്റും അതുപോലെ കുറച്ച് ഹെയർ ക്ലിപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഡ്രസ്സിന് നമ്മൾ ഇതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു കുഞ്ഞു ബോയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ബോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിൽ 2 വള്ളിയും അതുപോലെ തന്നെ ഇൻവിസിബിൾ സിബും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1.5 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്പും കൂടി നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫ്രോക്കിൻ്റെ കട്ടിങ് എങ്ങനെ നോക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്യാൻ ലൈനിങ് ക്ലോത്തിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ ഇതുപോലെ ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഇതിന് മുകളിലേക്ക് വെക്കുക കേട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ വന്നിട്ട് എനിക്ക് 4 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആം ഹോളും 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെസ്റ്റ് വന്നിട്ട് എനിക്ക് 5.5 ആണ് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. യോക്ക് ലെങ്ത്ത് വന്നിട്ട് 7 ഇഞ്ച് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് ആം റൗണ്ട് വരച്ച് കൊടുക്കാം. സ്ലീവ്ലെസ് ആണ് കേട്ടോ. സ്ലീവ്ലെസ് ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ യോക്കിൻ്റെ ഇവിടുന്ന് ഒരു 1/4 ഇഞ്ചിന് 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഈ ഷേപ്പ് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആണെങ്കിൽ മാത്രം ഈ രീതിക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇവിടെ കുറച്ചൊരു ഇതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു കുടുങ്ങിയ പോലെ വരും കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് കുറച്ചൊരു ലൂസ് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ അകലം വന്നിട്ട് ഞാനിവിടെ ഒരു 1.25 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കത് 2 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.25 കേട്ടോ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ 2.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് ലെങ്ത്തിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ച് കേട്ടോ. നമുക്ക് സിബ് കൊടുക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ലെങ്ത്ത് മതി കേട്ടോ നെക്കിന്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഞാൻ ബാക്ക് സൈഡിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല. അതിന് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഷോൾഡർ സ്റ്റോപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്ത ഇത് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് വെൽവെറ്റിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വെൽവെറ്റിൽ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മെഷർമെൻറ്റിലല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. അതായത് കുറച്ച് കൂട്ടിയെടുത്തിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുക. നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൽ ക്ലോത്ത് എത്ര ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് സ്കേർട്ട് പോർഷനെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഫുൾ ലെങ്ത്ത് വന്നിട്ട് 17 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 17 നമ്മൾ യോക്കിൻ്റെ 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10 ഇഞ്ചാണ് കേട്ടോ നമുക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ 1.5 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമുക്ക് 11.5 ഇഞ്ചിൽ നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ സ്കേർട്ട് പോർഷൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു പീസും കൂടിയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ചിങ് നോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതേപോലെ നമ്മൾ മെയിൻ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ആം ഹോളിൻ്റെ ഒരു ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം ചെയ്യേണ്ട ഈ ആം ഹോളിൻ്റെ ഒരു ഭാഗം അതുപോലെ നെക്ക് റൗണ്ടും ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് മറിച്ചെടുക്കുക വേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിൽ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് നല്ല വശത്ത് ഇതുപോലെ സിബ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇതിന് മുകളിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ആം ഹോളും നെക്കിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മറിച്ചിട്ട് ഇതേപോലെ ചുറ്റുഭാഗം ഓരോ സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഞാൻ മറിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ബാക്ക് പോർഷൻ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. ഇതേപോലെ പുറത്തേക്ക് നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഷോൾഡർ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ 2 ഷോൾഡറും ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ.
ഇവിടെ യോക്ക് പോർഷൻ അതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 വള്ളിയും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ 2 സൈഡും. അതേപോലെ തന്നെ നമ്മൾ സ്കേർട്ട് പോർഷനിൽ നമ്മൾ ലൈനിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പീസ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുക. അതിന് ശേഷം കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ടിട്ട് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ ഈ യോക്ക് ഭാഗം ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്ത് ഇവിടെ നിന്ന് ഷേപ്പിയും കൂടി വേണം കേട്ടോ. അതിന് ശേഷം നമ്മളിതുപോലെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും, അതായത് സ്കേർട്ട് പോർഷനിൽ അതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. സ്കേർട്ട് പോർഷനിൽ ഇതുപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ മറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ല വശം ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ അടിഭാഗം ഒന്നും ഫോൾഡ് ചെയ്തിട്ടും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫ്രോക്കിന് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ക്യാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു നെറ്റ് ഫാബ്രിക് എടുത്തേക്കുന്നത്. ഇതും കൊണ്ടാണ് കേട്ടോ ക്യാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാപ്പ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ തുണി 4 ആക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമുക്കിതുപോലെ ഫസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് കൂടുതൽ ഞാൻ 9 ഇഞ്ചിട്ട് ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 9 തന്നെ ഫുള്ളായിട്ട് നമ്മളിതുപോലെ റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ അകലം വന്നിട്ട് എനിക്കിവിടെ 2 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഇഞ്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് 2 ഇഞ്ച് വേണ്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 1.25 കേട്ടോ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 2.5 ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ റൗണ്ട് ചെയ്ത് ആ വരച്ച ആ ഒരു ഭാഗത്ത് കൂടെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ശേഷം നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് നമുക്കവിടെ ഒരു ഹുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതുപോലെ 2 പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ചുറ്റുഭാഗം നമ്മളൊരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാട്ട് ചെയ്യണം. അപ്പോൾ ക്രോസ് പീസ് നമ്മൾ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നോർമൽ പീസ് മതി കേട്ടോ. നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത്. ഇതേപോലെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഇതിന് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ വേറെ ക്രോസ് പീസ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് പീസ് വെച്ചിട്ട് ഇതേപോലെ ഈ ഓപ്പൺ സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് നെക്കും അതുപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ട് ഇവിടെയും പിന്നെ അടിഭാഗം നമ്മൾ കുറച്ച് ഓപ്പണുള്ള ഭാഗം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ലേസ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഈ ലേസ് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു നെറ്റ് ഉണ്ട് ലേസിൻ്റെ ഒരു ഭാഗത്തില്ല. ലേസിൻ്റെ ഒരു ഭാഗം നമ്മൾ 1 സൈഡ് കൂട്ടി വെച്ചിട്ട് നമ്മൾ ക്ലോത്തിൽ ഇതിൽ പോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഹെമ്മിങ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയായിട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇതുപോലെ ഇവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിന് ലൈനിങ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ യോക്ക് പോർഷനിൽ ഇതുപോലെ ഞാൻ ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എങ്ങനെ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മറിക്കുക കേട്ടോ. മറിച്ചതിന് ശേഷം നമ്മൾ 1 സൈഡ് ഫൂട്ട് വെച്ചിട്ട് ഇതിലേ ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ഇതുപോലെ 1 സൈഡ് ഫൂട്ട് വെച്ച് അരികത്ത് കൂടെ സ്റ്റിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ മറിക്കുക കേട്ടോ. മറിച്ചതിന് ശേഷം ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഓരോ ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം കൂടുതൽ പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ചൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ലേസ് ഉള്ളത്. അപ്പോൾ ഈ ലേസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് നമ്മളൊന്നെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യുക കേട്ടോ.
അല്ലെങ്കിലും ഇത് പോരില്ല, അതിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇവിടെ കുറേ ഹെമ്മിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടോ. അതേപോലെ തന്നെ ഇതിൽ ബാക്കിലേക്ക് ഒരു കുഞ്ഞ് ബോയും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 11, വിഡ്ത്ത് വന്നിട്ട് 7 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് വന്നിട്ട് ഇതുപോലെ 12 ഇഞ്ച് ഉണ്ട് കേട്ടോ ലെങ്ത്ത്. അതേപോലെ തന്നെ വിഡ്ത്ത് വന്നിട്ട് 7.5 ഇഞ്ച് ഉണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് അതുപോലെ താഴേക്കും. അപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണില്ല കേട്ടോ, അവിടെ വിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ മറിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻറ്റർ ഭാഗത്തേക്ക് ആക്കിയിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുക. അതിൻ്റെ ശേഷം നമ്മൾ ഈ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെയും സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ഒരു ഗ്യാപ്പ് ഇട്ടില്ല, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് മറിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. തന്നെ നമ്മളിതിൻ്റെ ക്യാപ്പിൻ്റെ നെക്കിൻ്റെ ഒരു ഭാഗത്ത് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ ചെറിയൊരു ഹുക്കും കൂടി കൊടുക്കണം കേട്ടോ. പിന്നെ താഴെ ഭാഗത്ത് ഞാൻ ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലേസും ഇതുപോലെ തന്നെ 1 സൈഡ് ഫൂട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത്. ഇതേപോലെ ക്ലോത്തിൻ്റെ നല്ല വശം ലേസിൻ്റെ നല്ല വശം ചേരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ 1 സൈഡ് ഫൂട്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ട് ഇതുപോലെ നിവർത്തിയിടുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലത്തെ സ്റ്റോണുകൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണം. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലത്തെ സ്റ്റോണുകൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഇതാണ്, 7000ൻ്റെ ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് താഴെ ഭാഗത്ത് ഒരു പേപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഗമ്മ് നന്നായി ഒട്ടണതാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗമ്മ് വെച്ചിട്ടും ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഒരു ക്യാപ്പ് ഞാൻ ഇതുപോലെ 4 പുറം ഫുള്ളായിട്ട് ഇതുപോലെ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രസ് ബട്ടണും കൂടി കൊടുക്കാണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഒട്ടിക്കുന്നത് വെച്ചാൽ ഇതേപോലെ 7000 ഈ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ അവിടെ ഇവിടെയും ജസ്റ്റ് ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കുക കേട്ടോ. ഓരോ ഭാഗങ്ങളും ഗ്ലൂ ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഓരോ സ്റ്റോണിലെത്തിട്ടേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം അതേപോലെ തന്നെ വെച്ചിട്ട് പോകരുത് കേട്ടോ, ഫാൻ ഇട്ട് വെച്ചിട്ട്. കാരണം ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ അടിയിലത്തെ ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഈ ഗ്ലൂ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഗ്ലൂ ആണ്. അപ്പോൾ അതിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുക. പോലെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ വെച്ചിട്ടല്ല കേട്ടോ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റി ക്ലീൻ ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഇതിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ദിവസം ഗ്ലൂ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറ് എപ്പോഴും ഈ ഒരു ഗ്ലൂ ആണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഓരോ സ്റ്റോൺ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ വശമൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഹെയർ ബാൻഡും അതേപോലെ തന്നെ കുറച്ച് ഹെയർ ക്ലിപ്സും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.